അപ്പനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വർത്താനം അങ്ങനെ അല്ലെങ്കിൽ അപ്പന്റെ വർത്താനം കേട്ടോ. അത് മുന്നിൽ നോക്കി നീ അറിയാണ്ട് വന്നിട്ട് എടുക്കണം. ആ ക്യാമറയുടെ ഉള്ളിൽ തവളാനാണ്ട ക്യാമറയുടെ ഉള്ളിലണ്ട ആ വട്ടത്തിനുള്ളില് ചേട്ടൻ പിടിച്ചു വെച്ചേക്കണ വണ്ടി സമയത്തുള്ളതാണ്. അവിടെ കളിക്കാ മണ്ണിലും മക്കള് മാത്രം. അപ്പനും മക്കളും അച്ഛനും മക്കളും മാത്രം. അമ്മയില്ലേ? ആ അതാ പറഞ്ഞ അപ്പനും അച്ഛനും മക്കളും. ഇവിടെ നീങ്ങുന്ന അച്ഛനെ നോക്ക് കേട്ടാ. ഇനി ഇവര് പോയാന്നല്ലേ നമുക്ക് എടുക്കാൻ. നീ പോയിട്ട് അമ്മേനെ എങ്ങനെ എടുക്കുവോ? എങ്ങനെ എടുക്കും നീയേ? അങ്ങനെ എടുക്കുക. നീ പേശ പോണ്ടാ പോണ്ടാ വലിക്കുന്നിട്ടോ വിട്ടോ. ഇന്നലെ വൈകുന്നേരം വന്നതാണല്ലേ? അതെ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് എന്തേലും ചോദിച്ചോട്ടോ മിണ്ടാണ്ട് ചോദിച്ചോളാം. മമ്മീനെ വിളിച്ച മമ്മി ഇവിടെ വന്നില്ല. ആ കുട്ടിക്ക് പോയി ഇങ്ങോട്ട് നോക്കിക്കോട്ടെ. ആ തെങ്ങ് ഇറങ്ങി വരുന്നതാണ് മോള് കാണുന്നത്. തെങ്ങിറങ്ങിയായിരുന്നല്ല പറഞ്ഞേ. ഞാൻ തെങ്ങിറങ്ങിയാണ്ട് കാണുമോ? നാളേക്ക് അങ്ങോട്ട് നോക്കടി. കൂട്ടാക്കില്ല ഞങ്ങള് പിന്നെ അത് അവന് ഉറക്കം ശരിയായിട്ടില്ലത്. നീ കേറുന്ന മോളെ എപ്പോഴും എടുത്ത് അവസാനിക്കാന്ന് വെച്ചാൽ നിന്ന് നോക്കണേ. അതൊന്ന് കഴിഞ്ഞോട്ടെ. അതൊക്കെ ഈ വടിമാരി നിക്കുക. അതെ ഇത് എടുക്കുന്നത് അങ്ങോട്ടും കൂടെ വർത്താനം പറഞ്ഞു പോരാ പറ്റാനെ ചോദിക്ക് വരച്ചിരിക്കാണ്ട്. ചേട്ടന്റെ വണ്ടിയിലാകൂല. ചേട്ടൻ ഓടി ഉണ്ടോ മോൻ? വായോ ഓടി വായോ. കളിക്കാൻ പറയാ
വായിട്ട് കളിച്ചാ ഡാൻസ് അതിനൊപ്പം കളിക്ക് കൊണ്ടിട്ടാ ഉഷാറായി മുന്നിൽ പോട്ടെ പോണ്ടില്ല പോണ്ട് ചിരിച്ച കണ്ടേ എന്താ എന്റെ കയ്യില് അല്ല ഇന്നല്ല പറഞ്ഞ നിങ്ങളെ ഐക്യ പഠിക്കുന്ന അതില്ലാതെ ഇല്ല ഇല്ല വല്ലതും പഠിച്ചടാ ആ പുസ്തകം എന്ന് പറഞ്ഞോടത്തെ ഒരു കൊച്ചു പുസ്തകം മോണേറ്റിന്റെ ആ മോണേറ്റ് കാട്ടി കൊടുത്ത അപ്പച്ചൻ കണ്ടോളൂ മോണേറ്റേ എന്നാ പറഞ്ഞേ അപ്പച്ചപ്പ വരും കൊച്ചു പിശങ്ങൻ പറഞ്ഞേ ചെല്ലേ എന്റെ കഥാപ്രസംഗം പറഞ്ഞ സഭയ്ക്ക് വന്ദനം. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ മിണ്ടാപ്രാണികൾ. സ്കൂൾ അവധിക്കാലം വന്നണഞ്ഞു. ചുണ്ടൻ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം ഒത്തുകൂടി. അവരുടെ നേതാവ് ഫുയി എല്ലാവരോടും കൂട്ടരി വരുവിൻ, പുത്തൻ പുത്തൻ കളികൾ കാഴ്ചവെക്കൂ. കൂട്ടരി വരുവിൻ, പുത്തൻ പുത്തൻ കളികൾ കാഴ്ചവെക്കും. കുശലം പറയാം, കഥകൾ ചൊല്ലാം. കുശലം പറയാം, കഥകൾ ചൊല്ലാം. ഉത്സവത്തിൽ മേള നല്ല വേള. പലതരം കളികൾ രംഗത്ത് വന്നു. ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നാടൻ പന്തുകളി, കിളിമാസ്, ബോക്സിംഗ് എന്ന് തുടങ്ങി അത്തല പിത്തല തവളാച്ചിക്കളി വരെ അവിടെ അരങ്ങേറി. കളി കാണുവാൻ മുതിർന്നവർ അവിടെ പറ്റിക്കൂടി നിൽപ്പുണ്ട്. അതിനിടയിൽ ഒരാൾ സൈക്കിൾ വന്ന് അവിടെ ഇറങ്ങി. അല്പസമയം കളിക്കുന്ന ശേഷം കൈകൊട്ടി ഫുലിൽ ഒന്നും ഇങ്ങോട്ട് വരിക. ഫുലിൽ ഓടിച്ചെന്നു. അയാൾ പറഞ്ഞു, നിന്റെ ഏച്ചൻ മരത്തിൽ നിന്ന് വീണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വേഗം സൈക്കിളിന് പുറകിൽ കയറും. ഫുലി സൈക്കിളിന് പുറകിൽ കയറി കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ കളി തുടർന്നോളൂ, ഞാൻ പിന്നെ വരാം. കളി തുടർന്നു. സന്ധ്യയാകാറായപ്പോൾ മാതാപിതാക്കൾ കുട്ടികൾ തിരികെ എവിടെ എത്തി. നമുക്ക് നീത്ര എവിടെയായിരുന്ന അടിക്കലോ ബാബാ ഏടാ ജോസ് കുട്ടി നീത്ര എവിടെയേക്ക് ശാപ്പാടി തന്നെ നിങ്ങൾ കൊന്നില്ല, ഞാൻ പോയില്ലോ. സന്തോഷം പോയല്ലോ, സന്താപം വന്നാൽ കുഞ്ഞുങ്ങൾ കരയുന്നു വീടുകൾ തോറും. കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ നാട്ടിൽ ഒരു ബഹളം. സുനിലിനെ കാണാനില്ല. വീടുകൾ തോറും ആ ബഹളം ഒരു കാട്ടു തീ പോലെ പടരാൻ തുടങ്ങി. സുനിലിനെ കാണാനില്ല. അങ്ങനെ തേടിയിറങ്ങിയ സുനിലിന്റെ അമ്മ മീനാക്ഷി വഴിയിൽ വെച്ച് ബോധം വെച്ച് വീണു. സകല അന്വേഷണ മാധ്യമങ്ങളും
ഉപയോഗിച്ച് സുനിലിനെ തേടിയെങ്കിലും അവൻ ഒരിടത്തും കണ്ടെത്തിയില്ല. അവനോടൊപ്പം കളിച്ച കുട്ടികൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഒരു മനുഷ്യൻ സുനിലിനെ വിളിച്ച് എന്തോ പറഞ്ഞ ശേഷം സൈക്കിൾ കയറ്റി കൊണ്ടുപോയി. ഉണരുന്നു സാത്താന്മാർ, പകലുക തോറും കൊള്ളയടിക്കും മനുഷ്യ സാത്താന്മാർ. കുട്ടികളെ തട്ടിക്കിട്ട് പോകുക ഭയമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും എല്ലാം ഇപ്പോഴും സുനിൽ തിരിച്ചു വന്നില്ല. അതോടെ അവന്റെ അമ്മയുടെ മനസ്സ് ഒരു ദുഃഖസാഗരമായി മാറി. ഇതിനകത്ത് ആ അമ്മ മനം തൊന്തു കരഞ്ഞു. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ, അതിനും വലിയൊരു കോവിലുണ്ടോ? ആരും മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്ന ദൈവമല്ലേ? കാലോചിച്ചു നിന്ന് ഇന്ത്യയുടെ പട്ടർക്ക് വീടിക്കൊണ്ടിരിക്കുന്നു. ഇരവും പകലും എന്ന ചെറുതടിച്ച് എന്നെ കുറെ ദൂരം പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ വൈസ്മെൻ ക്ലബ്ബുകാർ ഒരു ട്രിപ്പ് പ്രോഗ്രാം തയ്യാറാക്കി. ട്രിപ്പിന്റെ ദൈർഘ്യം ഡൽഹി വരെയായിരുന്നു. ആ ട്രിപ്പിൽ പങ്കുചേരാൻ സുനിലിന്റെ അമ്മ മീനാക്ഷി, അച്ഛൻ സുകുമാരനും തയ്യാറായി. പോകുന്നിടത്തല്ല മകന് തിരക്കം എന്ന ചിന്തയാണ് അവരെ പ്രേരിപ്പിച്ചത്. യാത്ര തുടർന്നു. യാത്ര യാത്ര ആനന്ദവേള, യാത്ര യാത്ര ഉല്ലാസവേള. യാത്ര തുടങ്ങും ഒരു നേരം, യാത്ര മടങ്ങും ഒരു നേരം. അങ്ങനെ മൈസൂരിലെത്തുന്നു. മൈസൂർ വൃന്ദാവനം കണ്ടുമുട്ടുന്നു. നമ്മളൊന്നായി പൂത്തിരിക്കാൻ ജ്വലിക്കും വേള. പിന്നീട് ഹിപ്പികളുടെ നഗരം, ലഹരിക്കുപ്പികളുടെ നഗരം. സ്വർഗം തേടും സ്വർഗം തെരിയും സ്വപ്നയാനകളുടെ നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത മയക്കുമരുന്ന് കേന്ദ്രം നമ്മുടെ ബോംബെ പട്ടണം. എവിടെയും കാഴ്ച, എവിടെയും എവിടെയും വർണ്ണപ്പൊലിമ കൊണ്ടുള്ള ഒരു മായാ ലോകം. വലിയ സമ്പന്ന ലോകം, പരമദരിദ്ര ലോകം. കാഴ്ച കൊണ്ട് പോകുമ്പോൾ ഒരു പയ്യൻ ഞൊണ്ടി വന്നു. കൈ നീട്ടുന്നു ഈ ലോകത്ത് യാചകൻ, യാചകൻ, യാചകൻ ഞാനെന്ന് തിരയുന്നു ഞാൻ, കരയുന്നു ഞാൻ. യാചകൻ, യാചകൻ. വിഷാദം മൂക്കിയായിരുന്ന മീനാക്ഷി ആ കുട്ടി ശ്രദ്ധിച്ചു. 5 രൂപ അവന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. കുട്ടിയുടെ പേര് പറയാമോ? ഇവിടെ ആരുമില്ല. ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു. സുനിൽ. മോനെ, ആ മീനാക്ഷി ആ കുട്ടി വാരിയെടുത്തു. ട്രിപ്പിൽ എല്ലാവരും ഓടിച്ചേർന്നു. സുനിൽ പേടിക്കുന്ന ഇവരെ നമ്മുടെ ആൾക്കാർ. അവനെല്ലാവരും ചേർന്ന് യാത്ര ബസ്സിലെത്തിച്ചു. ഉണ്ടായ വിവരം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഒരു മനുഷ്യൻ എനിക്ക് ഒരു മിഠായി തന്നു. ഞാൻ അദ്ദേഹം എന്നെ ഒരു തീവണ്ടിയിലേക്ക് ഇവിടെ എത്തിച്ചു. ഉടനെ ഒരു കാറിൽ തടിച്ച മീശയുള്ള ഒരു ദാത വന്നു. എന്നെ കൊണ്ടുവന്ന ആൾക്ക് കുറെ പണം കൊടുത്തു. അദ്ദേഹം വാങ്ങി നടന്നുപോയി. പിന്നെ കണ്ടില്ല. ആ ദാത എന്നെ ഭിക്ഷ യാചിപ്പിക്കാനായി അയച്ചു. ഒരു ദിവസം ഞാൻ ഭിക്ഷ യാചിപ്പിച്ച് ഒന്നും കിട്ടിയില്ല. അമ്മ അദ്ദേഹം എന്റെ കാലിൽ ആഞ്ഞടിച്ചു. എന്റെ കാലൊടിഞ്ഞു. ഞാനൊരു ഞൊണ്ടിയായി. സിഗരറ്റ് വലിച്ച് ദേഹമാസങ്ങളും പൊള്ളിച്ചു. അയ്യോ, ആ ദാത ഇവിടെ വരുമോ? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാറിൽ വരും. ഭിക്ഷ യാചിപ്പിച്ച കാശ് വാങ്ങാൻ. എന്തൊരു ക്രൂരത! മാതാപിതാക്കളെ, ലോകമേ, എന്നെ പോലെ നിരവധി പേർ ഇവിടെയുണ്ട്. മദ്യം മയക്കുമരുന്ന് കഴിക്കുന്നവരുടെ ശല്യം കാരണം നിങ്ങൾക്ക് ഇവിടെ ഉറക്കമില്ല, സ്വസ്ഥതയില്ല, ശാന്തിയില്ല. പഠനം എന്ന് പറഞ്ഞ് നിങ്ങൾ സദാ നേരം വീർപ്പ് മുട്ടിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ കഠിനമായ പീഡനങ്ങൾക്ക് ബലിയാടുകളാണ്. നിങ്ങൾ മിണ്ടാൻ പ്രാണികൾ മാത്രം. കുഞ്ഞുങ്ങൾ നിങ്ങൾ ചോദിച്ചിടുന്നു, ജീവിതം നിങ്ങൾക്കില്ലേ? ഭാരം ചുമന്നു പീഡ സഹിച്ചു നിങ്ങൾ തളർന്നിടുന്നു. സ്വസ്ഥതയില്ല, ശാന്തിയുമില്ല, നിങ്ങൾക്കുറക്കമില്ല. കുഞ്ഞുങ്ങൾ നിങ്ങൾ ചോദിച്ചിടുന്നു, ജീവിതം നിങ്ങൾക്കില്ലേ? മോനിഷ്ടമുള്ളത് പറയും. ആപ്പിളിന്റെ എന്റെ അമ്മ ഉറക്കെ പറയേ. ഉറക്കെ പറയണം, കേക്കണം. കേൾക്കണ്ട. അപ്പച്ചന് കേക്കാനാ. ശരിക്കും നിന്ന് പറയേ. എന്റെ അമ്മ ശരിക്കും അങ്ങോട്ട് നോക്കി പറയും, ഇങ്ങോട്ട് നോക്കി പറയും. എന്റെ അമ്മ ശരിക്കും പറയും. നല്ല കുട്ടീന്ന്. എന്റെ അമ്മ പറയേ. നീ ഇത് പറഞ്ഞാ മതി. അങ്ങോട്ട് പറയണ്ട. നല്ല അപ്പച്ചനെ കാണുള്ളോ? ഉറക്കെ പറയേ. നോക്ക്, നല്ല അപ്പച്ചൻ കാണുള്ളൂന്നേ. ഉറക്കെ പറയേ. ഉറക്കെ പറയേ. എത്ര ആപ്പിള തന്നെ? 3. കുട്ടിപ്പ പറയും. പറയും നല്ല കുട്ടീന്ന് പറയും. 3 ആപ്പിള് വന്നു പറയും.
ചേട്ടനേലും ഫസ്റ്റ് ആയിട്ട് പറയാം. എന്റെ മോനെ ഫസ്റ്റ് പറയ്, വേഗം പറയും. ഉറക്ക പറയേ. ഇനി കരഞ്ഞിട്ട് ശരിക്ക് കരയേ. അറിയാ മോണേറ്റ് കാട്ടിയെടുത്ത മോണേറ്റ് മുക്കുവന്റെ പറയ്, നേരെ പോണോ പറയാം. അന്ന വേണ്ട ചേട്ടൻ വേണ്ട മുക്കോന്റെ പറഞ്ഞോന്ന്. സഭയ്ക്ക് വന്ദനം. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ മുക്കുവിന് കുതുന ആ പപ്പിടുകട ആ കീറി പറയേ. ആ ഇന്ന് കടന്ന് ശാന്തമാ ഒന്ന് വൈകിട്ടോക്ക. ഏലോ 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 ശരിക്ക് കൈയോട്ട് കാണിക്കേ. ആ ഇവിടെ വൈകിട്ടോക്ക. ഇപ്രാവശ്യം കൊറേ കിട്ടണേ. എന്തൊരു ഭാരം നിറച്ച മീനായിരിക്കും. ഒരു കുടുംബം സ്വർണ്ണമായിരിക്കും. ആ തരിച്ചതല്ല ഭൂതനെ കൊല്ലരുത്. തന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. തന്നെ ഞാൻ കൊല്ലും. എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? വേഗം പറയും ആഗ്രഹം. ഇത്ര വലിയ ഭൂതം ഇങ്ങനെ ചെറിയ കൊട്ടനില്ലേ? അതാണ് എന്റെ ആഗ്രഹം. ഞാൻ കാണിച്ചു തരാം. ശരിക്കും എനിക്ക് മീനും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വീട്ടിൽ എന്റെ അമ്മ ശരിക്ക് പറയും. ഒന്ന് പച്ച, ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പ്. ഇനി കരഞ്ഞു കരഞ്ഞിട്ട് പറയും. ശരിക്ക് കരയേ. ഒന്ന് മഞ്ഞ, ചോപ്പ്. നീ ചിരിച്ചിട്ട് എന്താ മൂന്നപ്പം? ഒന്ന് പച്ച, ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പ്, ഒന്ന് കറുത്ത്. ഇനി പാട്ട് പാടിയിട്ട് പാട്ട് പാടി. എന്റെ അമ്മ മൂന്ന് അപ്പയെ കന്നു. ഒന്ന് പച്ച, ഒന്ന് മഞ്ഞ, ഒന്ന് ചുവപ്പ്. ഞാൻ തമ്പാച്ചന്റെ പാട്ട് യേശു നല്ല അവനോട് പെരുവയത്തി ഇരക്കി പോലെ ചുടിച്ചിടുവാം അവന്റെ നാം. അയ്യൂയ അയ്യൂയ മോട്ടൗനാണ് ശക്തിയതേ, മോട്ടൗനാണ് ശക്തിയതേ. ദേവദേ ദേവദേ ദേവദേ. ശരിക്കും നിന്നിട്ട് പറയാ. ശരിക്കും നിന്നിട്ട് പറയാ. ദേവദേ ദേവദേ വത്തിപ്പദൻ ദേവദേ. അതെ ആനപ്പന്റെ വന്നിതം. വായോ ശരിക്കും അപ്പൊ അത് എവിടെ വാടാ. എന്താ അവൻ വരുന്നില്ല. വിളിച്ചോണ്ട് ലിജോ അനുമോളൊക്കെ സ്കൂളിൽ കൊടുക്കുക. അവരൊക്കെ പോയി. അല്ലെങ്കിൽ ആ കുട്ടികളൊന്നും മേമ വരുന്നുണ്ടാ? മനസ്സാ മേമ വരുന്നുണ്ടാ? വിളിക്കാൻ പോയി സ്കൂളിലേക്ക്. രണ്ടാള് സ്കൂളിലായിരുന്നു. ഇത് വരുന്ന പോലെ ഒരു മുറിച്ചില്ല.
പിടിക്കേ ലിജോക്ക് ഒരു പാട്ട് പാടിക്കോട്ടാ. സംസാരിച്ച് പാട്ട പാടുക ഇംഗ്ലീഷില് പാട്ട് പദ്യം പദ്യം ഉറക്കെ പറയേ ഉറക്കെ പറയേ I know you, but when the leaves hang and trembling, ഉറക്കെ പറയേ passing, the wind is passing through. പാട്ട് നീ പെൻസിലും മടിയ ഏതെങ്കിലും പ്രസംഗല്ല അത് കിട്ടോ കൊച്ചു പ്രശ്നം നടത്തിയിട്ടാ മറ്റേത് പറയൂ മറ്റേ പറഞ്ഞു. നീ വേറെ ഒരു പാട്ട് പാടിയേ. പാട്ട് പാടാ നീ ഒരു പാട്ട് പാടിയോ നീ പാട്ട് പാടിയ അവന്റെ പാടിക്കോ എന്നാ ശരിക്ക് അന്ന് വേറെ പാട്ട് പാടിക്കോ. ദൈവത്തിന്റെ പാട്ട് സിനിമ പാട്ട് പാടിയ കുഴപ്പമില്ല ഒരു പാട്ട് സിനിമ പാട്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറിയട്ടെ സിനിമ പാട്ട് പാടുന്നു അറേ പാട് അന്ന് പാട് ആരാധിക്കും. ഉണർവിൻ ഫലം ലഭിപ്പാൻ നിങ്ങൾ വരുന്നു തിരുസഭിതേ നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഡാൻസിൽ ഉണർവിൻ ഫലം ലഭിപ്പാൻ നിങ്ങൾ വരുന്നു തിരുസഭിതേ നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കും. ദേശമെല്ലാം ഉണർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉണർത്തിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമായി അയക്കണമേ ഈ ശിശിരാസരിൽ മേ ആശിഷമായി അയക്കണമേ ഈ ചിറ്റിരാ നിന്ദാസരിൽ മേ ഉണർവിൻ ഫലം ലഭിപ്പാൻ നിങ്ങൾ വരുന്നു തിരുസഭിതേ നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കും. തിരുവചനം ധ്യാനിക്കുവാൻ തിരുനന്മകൾ ഘോഷിക്കുവാൻ ശാശ്വത ശാസി അയക്കണമേ ഈ ചിറ്റിരാ നിന്ദാസരിൽ മേ ശാശ്വത ശാന്തി അയക്കണമേ ഈ ചിറ്റിരാ നിന്ദാസരിൽ മേ ഉണർവിൻ ഫലം ലഭിപ്പാൻ നിങ്ങൾ വരുന്നു തിരുസഭിതേ നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാദാ നിന്റെ വൻ കൃപകൾ നിങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഒരു പാട്ട് ചേച്ചൻ പാടിയേ ശരിക്കും നിന്നിട്ട് പാട്. ബെൻസൻ പാടിക്കത് പാട് പാട്. മറ്റേത് പാടിക്കോ. നമുക്ക് ഇവിടെ നിന്ന് പാടറിയോ ഇതിന് പോയി കഴിഞ്ഞാല് ഇതിന് പോയാൽ എല്ലാ പാട്ടും കിട്ടും. ഞാൻ എല്ലാ പാട്ടും കിട്ടും. പാട്. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം ഓ പ്രിയേ പ്രാണന് ഉണരും ഗാനം ജന്മങ്ങളാൽ നിൻ തോണി ദീപങ്ങളാൽ നീ എൻ്റെ നാഥനെ കണ്ണീരുമായി നീ എൻ്റെ ജാനങ്ങളാൽ നീ എൻ്റെ നാഥനെ പാടി മതി കേക്കാന് അവന് കിട്ടുന്നു. നീ ഒന്ന് പാടിയേ അനിയത്തിപ്രാവിന്റെ പാടിയേ. ഇങ്ങോട്ട് വാ.
ഹാപ്പി 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 ക്രിസ്മസ് മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുള